വിമലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിൻ്റെ ഐതിഹ്യപ്പെരുമയിലാണ് പ്രസിദ്ധമായ മകംതൊഴൽ. ഉച്ചയ്ക്ക് 2-ന് മകംതൊഴലിനായി ചോറ്റാനിക്കര ക്ഷേത്ര നട തുറക്കും. ആറ്റുകാലിലെ പോലെ തന്നെ ഇവിടെയും സ്ത്രീകൾക്കാണ് പ്രാധാന്യം. ചോറ്റാനിക്കരയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഉത്സവത്തിൻ്റെ 7ാം നാളായ മകം. വില്ലുമംഗലം സ്വാമിയാർ കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹത്തിന് ലക്ഷ്മി നാരായണ ദർശനമുണ്ടായെന്നും പറയുന്ന പുണ്യദിനം. വിവിധയിടങ്ങളിൽ നിന്നുള്ള ഭക്തർ മകം തൊഴാൻ ഇപ്പോഴേ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. You are coming from Malaysia, Kuala Lumpur. We have a huge respect for this temple, me and my sisters. So we heard about the big day. So we are here actually to come before so that we can actually take our time to go and do our prayers and everything. And we are so blessed, especially my sisters, they are so blessed to be here. We are so blessed actually. Happy, and then the vibration so good, feel so blessed and good. അന്നേ ദിവസം പ്രത്യേക തങ്കകോളകയും വിശേഷാൽ ആഭരണങ്ങളുമാണ് ദേവിക്ക് ചാർത്തുന്നത്. മകം തൊഴുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും മംഗല്യഭാഗ്യവുമെല്ലാം ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. 3 കൊല്ലം തൊഴുതു കഴിഞ്ഞാൽ ഉറപ്പ് കല്യാണം കഴിയും. അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാനും. ചെന്നൈന്ന് തൊഴാന്ന് എൻ്റെ പിള്ളേക്ക് കല്യാണം കഴിയണം. അതിന് മഹത്തിന് വന്നു. ഞാൻ അവിടെ പോയി പൊങ്ങാൽ വെക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് പോകാൻ പറ്റില്ല. ഇവിടെയാണ് അമ്മ വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു. പുലർച്ചെ 6 മകം നാളിലെ ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് മകം എഴുന്നള്ളിപ്പും ഉണ്ടാകും. പൂരം നാളും ക്ഷേത്രത്തിൽ വിശേഷമാണ്. ദേവീസ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ചോറ്റാനിക്കര അമ്മയെ വണങ്ങി ജീവിത സായുജ്യമണയാൻ നിരവധി ഭക്തർ എത്തുമെന്നാണ് ദേവസ്വം കണക്കാക്കുന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം 1.5 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭക്തജനങ്ങൾക്ക് കൊടുക്കേണ്ട മിക്കവാറും എല്ലാവിധ സഹായ സഹകരണങ്ങളും ദേവസ്വത്തിൻ്റെ ഉപദേശ സമിതിയുടെയും നേതൃത്വത്തിൽ ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം. തലേന്ന് ബുധനാഴ്ച ചോറ്റാനിക്കരയിൽ മകം തൊഴലും. തികച്ചും ഭക്തിസാന്ദ്രമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് വിശ്വാസികൾ കടന്നുപോകുന്നത്. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.